ഈശോയിൽ സ്നേഹമുള്ളവരെ, എപ്പോഴും ചിരിച്ച മുഖവുമായി നടക്കുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട്, എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല, ദൈവം സഹനങ്ങളൊന്നും എനിക്ക് തരാറില്ല, അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം നിറച്ച ഒരു ജീവിതമാണ് എൻ്റേതെന്ന്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലരും എന്നോട് അത്തരത്തിൽ സംസാരിച്ചിട്ടുമുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ചിരിക്കുന്ന ഈ മുഖത്തിനപ്പുറവും വേദനിക്കുന്ന ഒരു ഹൃദയം എനിക്കുമുണ്ട്. എൻ്റെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള, ഒത്തിരി വേദനയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. ഇന്നും പലതരത്തിലുള്ള സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. വലിയ വേദന ഈശോ തരുമ്പോൾ എനിക്കറിയാം ഉടൻ തന്നെ വലിയൊരു അനുഗ്രഹം എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന്. എനിക്ക് ഈശോ ഒരു അനുഗ്രഹം തരുമ്പോൾ അതിനു മുന്നേ എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം, വലിയൊരു അനുഗ്രഹം ഈശോ എനിക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ വലിയൊരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എങ്ങനെ സഹനം അനുഗ്രഹമാക്കി മാറ്റാം എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. എന്നെക്കാളും ആത്മീയമായിട്ടൊക്കെ ഒത്തിരി ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണ് നിങ്ങളിൽ പലരും. അപ്പം ഞാൻ ചെയ്യുന്ന കൊച്ചു കാര്യമാണ് കേട്ടോ ഞാനിന്ന് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സഹനം പോലും ഞാൻ വെറുതെ കളയാറില്ല. സഹിക്കുന്ന മക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിന്ന് നിങ്ങളോടും പറയുന്നത്. ഞാൻ ചെയ്യുന്ന അതേ കാര്യം തന്നെ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് അല്ലേ? രോഗത്തിൻ്റെ വേദനകൾ മാത്രമാണ് സഹനങ്ങളെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതങ്ങനെയല്ല. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന ഓരോ വേദനകളും സഹനങ്ങൾ തന്നെയാണ്. ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെ, സഹപ്രവർത്തകരുടെ, കൂടപ്പിറപ്പുകളുടെ, മാതാപിതാക്കളുടെ, അധ്യാപകരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകുന്ന ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ശകാരങ്ങളും ഒക്കെ പലപ്പോഴും വേദനയായി മാറാറുണ്ട്. നമ്മളെങ്ങനെയാണ് അതൊക്കെ സ്വീകരിക്കുന്നത് എന്നതിലാണ്. പലപ്പോഴും പിറുപിറുപ്പോടും ദേഷ്യത്തോടുമൊക്കെ കൂടെയാണ് അതിനെ സ്വീകരിക്കാറ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യ സഹജമായ ബലഹീനതകൾ നമുക്കുണ്ട്. എനിക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പലരിൽ നിന്നും പല വിധത്തിലുള്ള വേദനകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സങ്കടം വരാറുണ്ട്. ഞാനിരുന്ന് കരയാറുണ്ട്. ഒരുപാട് സമയം ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവരോട് മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. വേദന സമ്മാനിച്ചവരോട് മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. അവരിൽ നിന്നുണ്ടായ മുറിവ്, അവർ പറഞ്ഞ ചില വാക്കുകളൊക്കെ വലിയ വേദനയായിട്ട് മനസ്സിൽ അലയടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എന്തായാലും ഞാൻ ഈ വേദനയിലൂടെ കടന്നു പോകണം, ഇത് സഹിക്കണം, ഈ കുറ്റപ്പെടുത്തൽ, ഈ ഒറ്റപ്പെടുത്തൽ ഞാൻ കേൾക്കണം, ഞാൻ അത് അനുഭവിക്കണം, സഹിക്കാതെ വേറെ വഴിയില്ല. എന്നാൽ പിന്നെ ഇത് എന്തിനാ വെറുതെ കളയുന്നത്? ഈ വിഷമം, ഈ വേദന ഞാൻ എന്തിനാ വെറുതെ കളയുന്നത്? ഇത് എനിക്കൊരു അനുഗ്രഹമാക്കി മാറ്റിക്കൂടെ? ഇങ്ങനെയൊരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് എന്ത് വിഷമം വരുമ്പോഴും ഞാൻ ഈശോയോട് പറയും, ഈശോയെ, എൻ്റെ ഈ വേദനയെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞാൻ ഈ വേദനയെ സമർപ്പിക്കുക. ഇതിലൂടെ ഈശോയെ, ഒരു 10 പാപികളുടെ മാനസാന്തരത്തിനായിട്ട് ഞാൻ ഈ വേദനയെ സമർപ്പിക്കുകയാണ് ഈശോയെ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ഓരോ വിഷമങ്ങളും സമർപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു ബോധ്യം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഈ വേദന? എന്തായാലും ഞാനിത് അനുഭവിച്ചേ പറ്റൂ അല്ലേ? ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോയേ പറ്റൂ. ഈ കുറ്റപ്പെടുത്തലും ഈ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇത് എന്തിനാ വെറുതെ കളയുന്നേ? ഇത് അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി എനിക്കിത് കാഴ്ചവെച്ചുകൂടെ? അതുപോലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനത്തെ നമുക്ക് കാഴ്ചവെക്കാം. നമ്മളോടൊക്കെ അനുദിനവും ഒരുപാട് പേര് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. എന്നോട് ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാറുണ്ട്. അപ്പം എനിക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും ഞാൻ ഓരോ മക്കളുടെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കും അപ്രകാരം ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട്
നിങ്ങളുടെ സഹനങ്ങൾ ഓരോന്നും നിങ്ങൾ കാഴ്ചവെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെയൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ വേദന മാറുകയും അതോടൊപ്പം ആ സഹനം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ കാഴ്ചവെച്ചത് അവർക്കത് അനുഗ്രഹമായി മാറുകയും ചെയ്യും. സഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ളൊരു കാര്യമാണിത്. സഹനം നിങ്ങൾ വെറുതെ കളയല്ലേ. അമ്മമാരൊക്കെ ഇങ്ങനെ സങ്കടം പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ അത് കേട്ടിരിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ പറയാറുണ്ട്, അമ്മേ, നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോവുകയാണ്. എന്തിനാണ് ഈ സഹനം നിങ്ങൾ വെറുതെ കളയുന്നത്? അത് വെറുതെ കളയല്ലേ. അത് മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി അത് കാഴ്ചവെച്ചേ. പാപികൾക്ക് വേണ്ടി കാഴ്ചവെച്ചേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചേ. മദ്യപാനികൾ, രോഗികൾ, എന്തുമാത്രം മക്കളുണ്ട് നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവർ. അവർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചേ. അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും മക്കൾക്കുമൊക്കെ അത് അനുഗ്രഹമായിട്ട് മാറും. ജീവിതത്തിൽ ഒത്തിരി സഹിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. പലപ്പോഴും ആ സഹോദരിയുടെ സങ്കടങ്ങൾ കേട്ട് കൂടെ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഭർത്താവിൽ നിന്ന് ഒത്തിരി സഹനങ്ങൾ ഏറ്റുവാങ്ങി ശരിക്കും വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ്. സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും ആരുമില്ല. ഒത്തിരി വേദനയേറുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വിഷമങ്ങൾ പറഞ്ഞ് കരയും. അപ്പോഴൊക്കെ ഞാൻ ചേച്ചിയോട് പറയാറുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ചേച്ചിയോട് ചോദിക്കാറുണ്ട്, ചേച്ചി എന്തിനാണ് ഈ വേദന, ഈ സഹനം ഇങ്ങനെ ഒറ്റയ്ക്ക് ചേച്ചി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഇതൊന്ന് ഈശോയ്ക്ക് കൊടുത്തേ, ആ കുരിശിലേക്ക് ഇതൊന്ന് സമർപ്പിച്ചേ. എന്തായാലും ചേച്ചിയുടെ ഭർത്താവിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. മരണം വരെ ഈ കുറ്റപ്പെടുത്തലുകൾ ചേച്ചി ഇങ്ങനെ കേൾക്കണം. എന്നാൽ പിന്നെ ആ വേദനയെ ചേച്ചിയുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് കാഴ്ചവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൂടെ? ചേച്ചിയുടെ 2 പെൺമക്കൾക്ക് വേണ്ടി ചേച്ചിയുടെ ഈ സഹനം ഒന്ന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചേ. ചേച്ചി നോക്കി നിൽക്കെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ ചേച്ചി അതുപോലെ തന്നെ ചെയ്യും കേട്ടോ. അതെന്നോട് പിന്നെ പറയുമായിരുന്നു, കൊച്ചേ, നീ പറഞ്ഞു തന്നതുപോലെ പിന്നീട് ഞാൻ എൻ്റെ സഹനങ്ങളെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടിയല്ല, അത് ചേച്ചി ചെയ്യത്തില്ലായിരുന്നു. മക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി, ഒരു ദൈവകൃപയുള്ള മക്കളായി വളരാൻ ചേച്ചിക്കുണ്ടാകുന്ന ഓരോ വിഷമം വരുമ്പോഴും ചേച്ചി എന്നോട് പറയും, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അത് ഓരോന്നും സമർപ്പിക്കുമായിരുന്നെന്ന്. ചേച്ചിയുടെ ആ സഹനം ഈശോ ഏറ്റെടുത്തു. ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്ന് ആ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തി ജോലിക്കാരായി ആ മക്കളിലൂടെ ചേച്ചി ഇന്ന് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുകയാണ്. ജീവിത പങ്കാളിയിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി കേട്ടോ. എൻ്റെ സഹനങ്ങളാണ് എൻ്റെ മക്കളുടെ ജീവിതത്തെ ഇപ്രകാരം ദൈവം എടുത്തുയർത്തിയതിന് പിന്നിലെന്ന് ഈ ചേച്ചി എപ്പോഴും എന്നെ കാണുമ്പോൾ പറയാറുണ്ട്. ഇങ്ങനെ പറയാൻ സഹനം അനുഗ്രഹമാക്കി മാറ്റിയ അനേകരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിക്കറിയാം, എനിക്ക് കമൻ്റ് ഇടുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, അമ്മമാരുണ്ട്. അവരൊക്കെ ഒത്തിരി പലതരത്തിലുള്ള മക്കളെ ഓർത്തും ജീവിത പങ്കാളിയെ ഓർത്തും സാമ്പത്തിക പ്രതിസന്ധികൾ ഓർത്ത് ഒക്കെ ഒരുപാട് വിഷമിക്കുന്ന മനുഷ്യരാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ അതെന്തുമാകട്ടെ, എന്തായാലും ആ വിഷമത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലേ. അപ്പോൾ പിന്നെ അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിക്കൂടെ? ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇനി മുതൽ നിങ്ങളാരും നിങ്ങളുടെ ഒരു വേദന പോലും വെറുതെ കളയരുത്. നമുക്കൊരു വാക്ക് മതി ഈശോയോട് ഒന്ന് പറയാലോ, ഈശോയെ, എൻ്റെ ഈ വേദനയെ, എൻ്റെ ഈ സഹനത്തെ നിൻ്റെ കുരിശിനോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുക. എൻ്റെ ഈ സഹനം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ ഈ സഹനത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ സഹനം അനുഗ്രഹമായി മാറും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും.